ഹായ് പിള്ളേരെ, രാവിലെ എണീച്ചിട്ട് പൊന്നൂസിനെ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ത പോവായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാനും അവരുടെ പോയേട്ടോ. അപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് വരുന്ന ഓരോ എക്സ്പ്രഷൻ കണ്ടില്ല. എന്നോട് പൊക്കോളാനാണ് പറയുന്നത്, വരണ്ടാന്ന്. അത് ഞാൻ കേൾക്കുമോ, ഞാനും പോയി പിറകെ കേട്ടോ. എന്നിട്ട് അവളൊരു ഉമ്മ ചോദിച്ചപ്പോഴത്തേക്ക് അവൾ ഉമ്മ വെക്കാൻ വന്നപ്പോൾ ക്യാമറ ഉണ്ടപ്പോൾ അവൾ പോയേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അംഗൻവാടി പോയിട്ടോ. എല്ലാ കുട്ടികളെ പോലെ എൻ്റെ പൊന്നൂസ് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അംഗൻവാടി പോകാൻ. ബാക്കി എല്ലാ കുട്ടികളും കരഞ്ഞുകൊണ്ടാട്ടോ പോയത്. പൊന്നൂസ് ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവൻ പറഞ്ഞത് നമുക്ക് പല്ല് കാണിക്കാൻ പോയാലോ കൊട്ടിയത്തെന്ന്. കേട്ട പാടി കേൾക്കാത്ത പാടി ഞങ്ങൾ അങ്ങ് ഇറങ്ങി തിരിച്ചേട്ടോ. അനീഷയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതുണ്ടല്ലോ, എൻ്റെ ആയിട്ട് അടി ഉണ്ടാക്കിയിട്ടാട്ടോ. കൊട്ടിയെത്തിയപ്പോഴത്തേക്ക് പിന്നെ പറയണ്ട, എന്തൊരു ട്രാഫിക്കാണെന്നറിയോ, ഭയങ്കരമായിട്ട് വെയിലും കാരണം തളർന്നു പോയി നോമ്പും പിടിച്ചിട്ട്. എന്നിട്ട് നമ്മൾ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നേ. അവിടെ പല്ലിക്കമ്പി ഇടാൻ 5000 രൂപയുള്ളൂ കേട്ടോ. ഞങ്ങൾ പോയ 3 പേർക്ക് ഒരേ പ്രശ്നമായിരുന്നു കേട്ടോ. ചോട്ടൂനൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ഡ്രീം മാളിൽ കയറി, ഇതാണ്ട് ആ തെണ്ടിക്കില്ല അവന് വായി നോക്കണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ കയറി. ചുമ്മാ ഒരു സാധനം വാങ്ങിക്കാനില്ല, അവന് ചുമ്മാ 2-3 പെണ്ണുങ്ങളെ കണ്ടാൽ നമുക്ക് തിരിച്ചിറങ്ങാമെന്ന്. ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ ചെന്ന് ഓരോന്നിൻ്റെ വിലയൊക്കെ കണ്ട് ടോയ്സിൻ്റെ വിലയൊക്കെ നോക്കി കിളി പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയി ബാഗിൻ്റെ വില നോക്കി ചുമ്മാ ഒന്ന് വെച്ച് നോക്കി. അത് ബാഗിൻ്റെ വിലയും കണ്ട് അതും തെറ്റിപ്പോയി. അത് കഴിഞ്ഞ് എവിടെ പോയാലും എനിക്ക് ഇങ്ങനെയുള്ള പാവക്കുട്ടികളൊക്കെ കണ്ട് എനിക്കൊരു വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, അതൊരു മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. ഞങ്ങൾ പിന്നെ 2-3 ഷോയൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നിറഞ്ഞു. അവന് പിന്നെ പെണ്ണുങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആകെ അവനൊരു സമാധാനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളുടെ പൊന്നൂസ് കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ അവൾക്കിത് വാങ്ങിക്കാമല്ലോ, ഇങ്ങനെ സ്കൂളിലൊക്കെ പോകാമല്ലോ എന്ന്. പിന്നെ നമ്മൾ കണ്ടൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്തത് അവനാ വീണ്ടും വായി നോക്കണമെന്ന് പറഞ്ഞ് പിന്നെ അതേപോലെ ചോട്ടൂന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ ചെന്നത് കൊട്ടിയം സിംലയിലോട്ടാട്ടോ. അവിടെ നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടും. ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുള്ള പിടിവലി കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോയാട്ടോ. അപ്പോൾ ബാക്കി നാളെ.